അമ്മയുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വാഴ കൃഷിക്കകത്താണ് നിൽക്കുന്നത്. ഇന്ന് വാഴയുടെയാണ് അമ്മ കാണിക്കുന്നത്. വാഴ അച്ഛന് വാഴയ്ക്ക് വളവിട്ട് വെള്ളം ഒഴിക്കുവാണ്. വാഴയ്ക്ക് വളവിട്ട് അങ്ങോട്ടറിയാലും എന്നോട് അവിടെ നില്ലും മോനെ. ഞങ്ങളുടെ വാഴയാണ്. നമുക്ക് 19 വാഴ നമ്മൾ വെച്ചിട്ടുണ്ട്. 2 വളമിട്ടു. ഇത്രയും ആയിട്ടുണ്ട്. പിന്നെ 2 വളമിട്ടതായിരുന്നു. അച്ഛൻ വെള്ളം ഒഴിക്കുകയോ വളമിട്ടിട്ട് ഭയങ്കര ഉണക്ക മഴയൊന്നുമില്ല, അതുകൊണ്ട് വെള്ളം ഒഴിക്കണം. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ചേന നട്ടിട്ടുണ്ട്. അതിന് തണലിട്ടിരിക്കുക. 10-25 മൂട് ചേനയും കൂടെ നട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ്ട് അച്ഛൻ പയറിട്ടിട്ടുണ്ട്. പയറെല്ലാം ഇത്രയായി. എല്ലാം കമ്പ് നാട്ടുന്നുണ്ട്. കമ്പ് നാട്ടി എല്ലാം ചീനിക്കമ്പ് നാട്ടി അച്ഛൻ വെച്ചേക്കുന്നുണ്ട്. ഇത്രയും പയർ ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി അപ്പുറത്തും ഉണ്ട് കുറച്ച് പയർ, അതും കൂടെ കാണിക്കാം. പിന്നെ കമ്പയെ കൂടെ പടത്തി കയറ്റി പയറെല്ലാം ഉണ്ട്. വാഴ ഇത്രയായി. 2 വളം ഇട്ടതായി വാഴയ്ക്ക്. ഇപ്പോൾ വെള്ളം ഒഴിക്കുക. ഇവിടെ ഭയങ്കര ഉണക്കാണ്. അന്നേരം 2 നേരവും വെള്ളം ഒഴിച്ചാലേ കിട്ടത്തുള്ളൂ. പത്ത് 25 മൂട് ചേനയും നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛന് അതിനായി തണലിട്ടേക്കുന്നത്. ഇങ്ങനെയാണ് മോൻ എവിടെ നിൽക്കുന്നത്. അവൻ വിളിക്കുക വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ്. എല്ലാവരും ഇത് കണ്ട് വാഴക്കൃഷിയൊക്കെ ചെയ്യണമുള്ള സ്ഥലത്തൊക്കെ വാഴയും പയറും ചേനയും എല്ലാവരും ഉള്ള സ്ഥലത്തൊക്കെ നടണം. നട്ട് കൃഷി ചെയ്യണം. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എല്ലാം ആകും. ഇതെല്ലാം അച്ഛൻ പയറിട്ട് കമ്പ് നാട്ടിയേക്കുവാണ്. ഇതിലേ പോ. അച്ഛൻ കുറച്ച് ചീര നട്ടേക്കുക. ഇവിടെ എല്ലാം പയറിട്ടച്ഛന് കമ്പ് നാട്ടി. എന്നാലും ഞങ്ങൾ കുറച്ച് പയറിട്ടായിരുന്നു. എല്ലാം കേടായിരുന്നു. ഇതിന് കേട് മാറാൻ വല്ലതും വളമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണേ. ഈ ചെടിയുടെ പേരറിയാമോ? ഒരുപാട് ഇവിടെ കിളുത്ത് നിൽപ്പുണ്ട്. ഞങ്ങൾക്കറിയത്തില്ല അതിൻ്റെ പേര്, പക്ഷെ നല്ല രസമാണ്. എന്നും പൂക്കളാണ്. അപ്പം പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല മഞ്ഞപ്പൂവാണ്. വഴുതനങ്ങ നട്ട് വേണ്ട ഇവിടെ പടന്ന് വേണ്ട വഴുതനങ്ങയായ കണ്ട ഇത് കാ കിടക്കുന്നത്. എന്നും കാ കിട്ടും. ഇത് നമുക്ക് കറി വെക്കാൻ. 2-3 പൂക്കളും ഉണ്ട്, കായും ഉണ്ട്.
കണ്ടോ, ബന്ദിയിലൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട്. ഓണത്തിന് അത്തപ്പൂ ഇടാൻ ബന്ദിപ്പൂ മേടിച്ചതാ. അത് പാകിയപ്പോൾ ഇഷ്ടം പോലെ ബന്ദിയായിട്ടുണ്ട്. എല്ലാം ഇപ്പം പൂക്കളായി. ഇത് വേറെ ഒരു വെള്ള വഴുതനങ്ങ നീളത്തിലുള്ളതാ. ഇത് വേണ്ട ഉണ്ടാ, നീളത്തിലുള്ള ഒരു 3 വഴുതനങ്ങ ഇവിടെ ഉണ്ട്. ഇത് മഞ്ഞ ബന്ദി. ഇതൊരു ഓറഞ്ച് മഞ്ഞ, ഒരു ഡാർക്ക് കളറ്. ഇതെല്ലാം ഓണത്തിന് അത്തപ്പൂ ഇടാൻ മേടിച്ചതാ. ഇത് വേണ്ട ഒരു മഞ്ഞ ഓറഞ്ച്. ഇത് പാകിയിട്ട് മാറ്റി മാറ്റി നട്ടാണ്. ഇപ്പൊ എല്ലാത്തിലും മുട്ടും പൂവും ഒക്കെ ആയിട്ടുണ്ട്. വിടുന്ന വീഡിയോ കാണിച്ചില്ലായിരുന്നു. ഇപ്പം തേണ്ട പൂത്ത് വെണ്ടയ്ക്ക ആയി തുടങ്ങി. പൂവെല്ലാം പിടിച്ച് കാണിച്ചല്ലായിരുന്നു അതിന്റെ വീഡിയോ. പക്ഷെ പയർ മുഴുവനും എല്ലാം ഈ പൂ എന്തുവാന്നറിയത്തില്ല, അങ്ങ് ഉണങ്ങി പോവുക, എന്തോ കേടാ. അതിന്റെ വളം വല്ലതും അറിയാമെങ്കിൽ ഞങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ തന്നെ ചാക്കിനകത്തൊരു കൊല്ല നട്ടതാ. ഇതെല്ലാം ഉണ്ടോ, മുളക് കണ്ടോ, 3-4 മുളകുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മുളകൊക്കെ കിട്ടും. അച്ഛൻ നേരത്തെ നട്ട വാഴയാണ് ഇത്. ഇപ്പൊ കൊലച്ച് പകുതി വിളവായി. ഇതിൻ്റെ കൂടെ ഒത്തിരി കൊലയുണ്ടായിരുന്നു. ഓണത്തിനെല്ലാം കണ്ടിച്ചതായിരുന്നു. അതിന്റെ പിണ്ടിയെ നിന്നൊരു വാഴ കിളിച്ചതായത്. 4-5 പടലയുണ്ട്. ഇതൊരു വെള്ളക്കാന്താരിയാണ്ട് തന്നെ കിളിച്ച് വന്ന അടുക്കളയുടെ വശത്തായിട്ട് ഇപ്പൊ നിറയെ കാന്താരിയുണ്ട്. അപ്പൊ ഈ കാന്താരി നമുക്ക് ചക്കയ്ക്ക് അരയ്ക്കാനും പിന്നെ തോരനും മീൻ തോരനും ഒക്കെ അമ്മ എടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.